ഫ്രണ്ട്സ് നമ്മുടെ എൽ&ടിയുടെ RCB സെറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വി ഗാർഡ് അല്ലെങ്കിൽ ഹാവൽസ് പലതും പല ഇതിലായിരിക്കും RCBൻ്റെ ഔട്ടും ഇന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ അവർ കമ്പനി കൊടുക്കുന്നത് പോലെ അതിൻ്റെ ലോഡ് ഔട്ട് എവിടെ മാർക്ക് ചെയ്യണം നോക്കിയത് പോലെ തന്നെ നമ്മൾ DBയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മെയിൻ സ്വിച്ച് ഐസൊലേറ്റർ, അത് കഴിഞ്ഞിട്ട് ഔട്ട് താഴ്ഭാഗത്താണ് വരിക. എൽ&ടിയുടെ ഒക്കെ ഔട്ട് താഴ്ഭാഗത്താണ് ഔട്ട് വരിക RCBയുടെ. ഇത് പണ്ടത്തെ ഇവിടുന്ന് മുകളിൽ നിന്ന് മെയിൻ വയർ വന്നിട്ട് നേരെ ഐസൊലേറ്റർ കയറി ഐസൊലേറ്റർ നേരെ ഇതിലേക്ക് പോയി, ഇന്നിലേക്ക് പോയി, ഔട്ട് അടിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ വി ഗാർഡും ഏകദേശം ഏറെക്കുറെ വി ഗാർഡിൻ്റെ RCB അതേപോലെ തന്നെ വരിക. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ RCB എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ള ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. നമുക്ക് KCB കൊടുക്കാനുള്ള ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അതിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും അതെങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടോ എനർജി മീറ്റർ, അതായത് നമ്മൾ KCBയിൽ നിന്ന് വരുന്ന മീറ്റർ കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ചാണ് കാണിച്ചിരിക്കുന്നത്. മെയിൻ സ്വിച്ച് പറഞ്ഞാൽ ഐസൊലേറ്റർ. അപ്പോൾ ഫ്യൂസ് വരും അതിൻ്റെ ഇടയിൽ. ഫ്യൂസ് നേരെ ഐസൊലേറ്റർക്ക് വരിക. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്ററിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഫ്യൂസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ DBയിലേക്കോ അല്ലെങ്കിൽ MCBയിലേക്കൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ.